രാവിലത്തെ ചായ കുടിയും രാവിലത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഉച്ചക്കത്തേക്കുള്ള പരിപാടി അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം തന്നെ തീ കത്തിച്ചിട്ട് എന്നത്തെയും പോലെ വേഗം ചോറിനുള്ള വെള്ളം അങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ അതിൻ്റെ കുറിച്ച് ചിന്തിക്കാനൊന്നും ഇല്ലല്ലോ, അത് അവിടുന്ന് അങ്ങനെ ആയിക്കോളും. വെള്ളം വെച്ചാൽ ചോറാവില്ല എന്നുള്ളത് ഇങ്ങൾക്കും എനിക്കും അറിയാം. അത് തിളക്കുമ്പോൾ അരി ഇട്ട് കൊടുത്താൽ ചോറ് അങ്ങോട്ട് ആയിക്കോളും. എന്തായാലും തീ കത്തിക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തുണികൾ ആറിടാനുള്ളത് ആറിയിട്ടിട്ടില്ലേനു, അപ്പോൾ അതൊന്ന് വേഗം എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പിന്നെ എന്താ പറയുക, മെഷീൻ ഉള്ളതുകൊണ്ട് തന്നെ അലക്കിൻ്റെ കാര്യത്തിൽ വലിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നലില്ല. എനിക്ക് നാസിമോനെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ആ ഒരു സമയത്താണ് കേട്ടോ വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ ഉപകാരം തന്നെയാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മഴക്കാലത്ത് തന്നെയാണ് അതിനെ കൊണ്ടൊരു ഉപകാരം ഉള്ളത്. എന്തായാലും ഇന്ന് പറഞ്ഞു വന്നത്, ഇന്ന് കല്ലിൽ അലക്കാൻ പോയിട്ടില്ല, മെഷീനിൽ തന്നെയാണ് കേട്ടോ ഒന്ന് അലക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വേഗം തുണികളൊക്കെ ഒന്ന് ആറിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പം ഇനിയിപ്പം കറി ഉണ്ടാക്കാനുള്ള പരിപാടി ഇന്ന് മുരിങ്ങച്ചപ്പ് താളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇത് ചപ്പ് നമുക്ക് പിന്നെ അനിയൻ്റെ ഓള് തന്നത് കഴിഞ്ഞിട്ടോ. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് അന്ന് വെച്ചിട്ടുണ്ടായി. പിന്നെ ബാക്കിയുള്ളതായിട്ട് എടുത്തിട്ട് ഒന്ന് താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. ഉപ്പേരി ഇഷ്ടമാണ്, എനിക്ക് അതിലേറെ ഇഷ്ടം ഈ താളിപ്പാണ് കേട്ടോ. കഞ്ഞിവെള്ളം വെച്ചിട്ട് താളിക്കൂലേ, അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അതൊക്കെ ഒന്ന് നന്നാക്കി വെച്ചിട്ടുണ്ട് ഇന്നത്തേക്കുള്ളത്. പിന്നെയും ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അത് വീണ്ടും കവറിൽ കെട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ദിവസം എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയിപ്പോൾ നാളെയും ഇത് താളിച്ചാലും ഞാൻ കഴിക്കൂട്ടോ, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു താളിപ്പ്. എന്തായാലും അത് നന്നാക്കി വെച്ച് അപ്പോഴത്തേക്ക് നമ്മളെ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ഒന്ന് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേഗം ഒന്ന് ചപ്പ് താളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ വെളുത്തുള്ളിയും പച്ചമുളകും അതിൻ്റെ കൂടെ തന്നെ വലിയ ഉള്ളിയും കൂടെ ഇടും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വലിയ ഉള്ളി ആ ഒരു താളിപ്പിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും വലിയ ഉള്ളിയും കൂടെ ഒന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം ചപ്പ് ഇട്ട് കൊടുക്കും. ചില ആൾക്കാരൊക്കെ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ആ കഞ്ഞിവെള്ളത്തിലേക്ക് ചപ്പ് ഇട്ട് കൊടുക്കണം, ഞാൻ ഒരുപാട് വീഡിയോസിൽ കാണലുണ്ട് കേട്ടോ. അങ്ങനെയും താളിക്കുക. പക്ഷെ ഞങ്ങൾ ഇങ്ങനെയാണ് കേട്ടോ താളിക്കുക. നമ്മൾ ചപ്പ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കും. ഒന്ന് വാടി വരുമ്പോൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കും. എന്നിട്ടൊന്ന് തിളപ്പിച്ചിട്ട് അങ്ങോട്ട് ഇറക്കി വെക്കലാണ് കേട്ടോ. ഈ ഉച്ചക്കൊക്കെ ഇതേപോലത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അല്ലേ. ഇതുപോലത്തെ താളിപ്പോ എന്തെങ്കിലും ഒരു പൊരിച്ചതോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനത്തെ ഒക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ നമ്മളെപ്പോഴും ഭയങ്കര സെറ്റപ്പ് സംഭവങ്ങളൊന്നും ഇല്ലാതെ ഇടയ്ക്ക് ഇങ്ങനത്തതൊക്കെ കൂട്ടിയിട്ട് കഴിക്കും വേണമല്ലേ. അപ്പോൾ അതാട്ടോ ഞാൻ ഇതിൻ്റെ ചപ്പൊക്കെ ഒന്ന് വാടി വന്നേരം ഞാൻ അതിലേക്ക് കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതൊക്കെ ഒന്ന് തിളച്ച് വന്നേരം നമ്മളെ താളിപ്പ് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ തലേ ദിവസത്തെ കുറച്ച് ബീഫ് വരട്ടും കൂടി ഉണ്ടായിന്, അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ചോറ് കഴിക്കട്ടെ.